ഹായ്. മാർക്കറ്റിൽ കാർബണേറ്റഡ് ആയതും ആവാത്തതുമായ നിരവധി ശീതളപാനീയങ്ങൾ പലവിധ ഫ്ലേവറുകളിൽ ലഭ്യമാണല്ലേ. ദാഹിച്ചമ്പി ഒരു രക്ഷയുമില്ലാത്ത വേനൽക്കാലത്ത് പോലും ഇവ കുടിക്കാതിരിക്കാനുള്ള 5 കാരണങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യണേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമല്ലോ. ഒന്നാമത്തെ കാരണം ഇവയിൽ അടങ്ങിയിരിക്കുന്ന സിന്തറ്റിക് നിറങ്ങളാണ്. അത് ബ്രാൻഡോ നാട്ടിൻ പുറത്തൊക്കെ കിട്ടുന്ന പോലെ ജീരക സോഡ പോലുള്ളവയോ ആവട്ടെ, ഇവയിൽ മനുഷ്യന് ഒട്ടും ആരോഗ്യപ്രദായകമല്ലാത്ത സിന്തറ്റിക് നിറങ്ങൾ ചേർക്കപ്പെടുന്നു. ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളിൽ ടാർട്രാസിൻ പോലുള്ള 3ഓളം സിന്തറ്റിക് നിറങ്ങളുടെ മിശ്രിതമാണ് ചേർക്കുന്നത്. നമ്മുടെ കുട്ടികളും യുവജനതയും ഇത്തരത്തിലുള്ള സിന്തറ്റിക് നിറങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് കയറ്റേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാരണം ഇവയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളാണ്. ഉദാഹരണത്തിന് ശീതളപാനീയങ്ങളിൽ പ്രിസർവേറ്റീവ്സായി ബെൻസോയിക് ആസിഡ് ചേർക്കുന്നു. ചെറുനാരങ്ങയുടെ ഫീൽ നൽകുന്ന നീമ്പു ഡ്രിങ്കുകളിൽ സിട്രിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നത്. ഭൂരിഭാഗം കോളയിലും ഫോസ്ഫോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. രാസവസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കപ്പെട്ടിട്ടേയുള്ളൂ, നിരോധിക്കപ്പെട്ടിട്ടില്ല. രാസവസ്തുക്കളാൽ സമ്പന്നമായ ഇത്തരം ഫ്ലേവേർഡ് വാട്ടറുകൾ കുടിക്കാതിരിക്കാൻ ഇനിയും കാരണങ്ങൾ വേണോ? മൂന്നാമത്തെ കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ്. ബ്രാൻഡുകൾ ഏതും ആയിക്കൊള്ളട്ടെ, 300 ml ശീതളപാനീയത്തിന്റെ ഒരു ബോട്ടിലിൽ 5 മുതൽ 10 സ്പൂൺ വരെ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. കേരളത്തിന്റെ ജനസംഖ്യയുടെ 23.6% പേരും പ്രമേഹ രോഗത്തിന്റെ പിടിയിലാണ്. കൗമാരക്കാർക്കും കുട്ടികൾക്കും ഇടയിലുള്ള പ്രമേഹ രോഗത്തിന്റെ വ്യാപനവും കൂടുതലാണ്. ICMR പഠനങ്ങൾ പ്രകാരം 8.1 കുട്ടികൾ പ്രമേഹ രോഗികളാണ്. ഇനി ഡയറ്ററി കോള എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ശീതളപാനീയങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് ആയ അസ്പാർട്ടൈം പോലുള്ളവ അടങ്ങിയിരിക്കുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിൾ പ്രകാരം സിന്തറ്റിക് ഷുഗേഴ്സിന് ക്യാൻസർ സാധ്യതയില്ല, പക്ഷേ പ്രമേഹ രോഗ സാധ്യതയും കാർഡിയോ വാസ്കുലർ രോഗങ്ങൾക്കുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കുന്നു. നാലാമത്തെ കാരണം ഇവയുടെ അഡിക്റ്റീവ് സ്വഭാവമാണ്. നമ്മുടെ ശരീരത്തിൻ്റെയും ദഹന വ്യവസ്ഥയുടെയും സുഗമമായ നടത്തിപ്പിന് ഒരു ദിവസം 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം ആവശ്യമാണ്. എന്നാൽ ശീതളപാനീയങ്ങൾ കുടിച്ച് ശീലിക്കുന്നതോടെ ദാഹമകറ്റാൻ ശീതളപാനീയങ്ങൾ കുടിക്കാനുള്ള ത്വര വരുന്നു. ഇവ അഡിക്റ്റീവ് സ്വഭാവമുള്ളവയാണ്. കഫീൻ അമിതമായ അളവിൽ ചേർന്നിട്ടുള്ള ചില ശീതളപാനീയങ്ങൾ പ്രവൃത്തി ചെയ്യാനുള്ള ഊർജം നൽകുന്നതായി നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം. എന്നാൽ ഒരു ലോങ് റണ്ണിൽ ഇവയൊക്കെ ശരീരത്തിന് ദോഷം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അഞ്ചാമത്തെ കാരണം നമ്മൾ അറിയാതെ പോക്കറ്റ് കാലിയാക്കുന്നു എന്നതാണ്. 10 രൂപയ്ക്ക് വിൽക്കപ്പെടുന്ന ഒരു കുപ്പി സോഡയുടെ ഉൽപാദന ചെലവ് വെറും 4 രൂപയാണ്. കുടിക്കുന്നത് കോളയോ മറ്റ് ഫ്രൂട്ട് ഡ്രിങ്കുകളോ ആണെങ്കിൽ ചെലവ് വർദ്ധിക്കുന്നു. 100 രൂപ മുതൽ 150 രൂപ വരെയുള്ള എനർജി ഡ്രിങ്കുകൾ ഇന്ന് സർവ്വസാധാരണമാണ്. ഒരു വിരുന്നുകാരൻ വീട്ടിൽ വന്നാൽ സൽക്കരിക്കാൻ ചായയോ കാപ്പിയോ നൽകുന്ന ശീലത്തിൽ നിന്നും ഇന്ന് ഹൈ കലോറി ശീതളപാനീയങ്ങൾ നൽകുന്ന ഒരു മനോനിലയിലേക്ക് മലയാളികൾ മാറിക്കഴിഞ്ഞു. ഇത്തരം ശീതളപാനീയങ്ങളുടെ വിപണി മൂല്യം ഇത് സംബന്ധിച്ച കൃത്യമായ ബോധ്യം നൽകുന്നു. വീട്ടിൽ വരുന്ന അതിഥിക്ക് ആദ്യം ഒരു ഗ്ലാസ് ശുദ്ധജലം നൽകി ആതിഥ്യ മര്യാദയോടെ ഇരുത്തിയ ശേഷം മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ആരോഗ്യപരമായ കാര്യം. ഒരു പ്രസ് മീറ്റിനിടെ തൻ്റെ മുന്നിലുണ്ടായിരുന്ന കോളയുടെ കുപ്പി മാറ്റിവെച്ച് കുടിവെള്ളത്തിന്റെ കുപ്പി ഉയർത്തി കാണിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ ആവട്ടെ നമ്മുടെ മാതൃക. അപ്പം ശരി, പിന്നെ പാക്കല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊണ്ട് കമന്റ് ബോക്സ് നിറയ്ക്കുമല്ലോ.